എൻ്റെ പേര് ഓന വർഗീസ്. ഞങ്ങൾ ഫാമിലിയായിട്ട് UK-ലാണ് താമസിക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് മിഥുൻ ജോർജ്. മക്കളാണ് ലിയോൺ ആൻഡ് ലൈറിൻ. ഞങ്ങൾ കോതമംഗലം കോഴിപ്പള്ളി ലിറ്റിൽ ഫ്ലവർ ഇടവക അംഗങ്ങളാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ UK-ലാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുണ്ടായ 2 വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നത്. പക്ഷെ അന്ന് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു അനുഭവങ്ങളും കിട്ടിയില്ല. എന്നാലും വന്നതല്ലേ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള വളരെ ലാഘവത്തോടെ എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ തുടരുകയോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 2022 ജനുവരി മാസത്തിൽ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ കുടുംബമായിട്ട് UK-ൽ മാതാവ് എത്തിച്ചു. സ്റ്റുഡൻറ്റ് വിസയിലാണ് ആദ്യം പോയത്. പക്ഷേ സ്റ്റുഡൻറ്റ് പീരീഡിലായിരിക്കെ തന്നെ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണയിലാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയത്. 2023 എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. പക്ഷേ ആ ജോലി എനിക്ക് തുടരാനായിട്ട് സാധിച്ചില്ല. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് എൻ്റെ സ്പോൺസർഷിപ്പ് വിഡ്രോവലായി. അപ്പോൾ ഇനി എങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് UK-ലെത്തിയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരവസരത്തിൽ ഞാൻ ഓർത്തത് ഉടമ്പടിയെക്കുറിച്ച്, കൃപാസനത്തിനെക്കുറിച്ച്. ഓൺലൈനിൽ കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ് വീണ്ടും ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത്. ജോലിയില്ലാത്ത അവസ്ഥയും വിസയില്ലാത്ത അവസ്ഥയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ആയിരിക്കാൻ തുടങ്ങി. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വെച്ച ആ സമയത്ത് തന്നെ എൻ്റെ മൊബൈലിലേക്കൊരു മെസ്സേജ് വരികയാണ്. ഇന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വേക്കൻസി ഉണ്ട്, എനിക്കത് അപ്ലൈ ചെയ്താൽ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, അത് എന്നെ ഒരുപാട് നാളുകളായിട്ട് എന്നെ വിളിക്കുകയോ കോണ്ടാക്റ്റിലുണ്ടാകാതെ ഇരുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് യാദൃശ്ചികമായിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ശക്തമായിട്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാതെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ അടയാളമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ സ്ഥാപനത്തിൽ